ശ്രീ മുകേഷ് ഇപ്പം പറഞ്ഞു തുടങ്ങിയാണ് അതിന്റെ കറക്റ്റ്. ഈ പരാതിയിലും തട്ടിപ്പ് കാണിച്ചാൽ എന്ത് ചെയ്യും? ഈ വ്യാജ പരാതി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഞാനിപ്പോൾ തിരുവനന്തപുരം സൈബർ സ്റ്റേഷനിൽ ചെന്ന് ബഹുമാനപ്പെട്ട SHOയോടും പോലീസുകാരോടും സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതുവരെ തങ്ങൾക്ക് അങ്ങനെ ആ പരാതിക്കാരി ഒരു പരാതി നൽകിയിട്ടില്ല എന്നാണ്. ശരിയാണോ തെറ്റാണോ എന്നും എനിക്കറിയില്ല. സബ്ജക്ട് ടു കറക്ഷൻ, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും, നമ്മുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് രാഹുൽ ഈശ്വറിനെതിരെ ആ പരാതിക്കാരി ഒരു പരാതിയുമായി വരുന്നിട്ടുണ്ട്, തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അത് പൂങ്കുഴലി മാഡത്തിന് കൊടുത്തു. പൂങ്കുഴലി മാഡം അത് സൈബർ പോലീസിന് കൈമാറി എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോ അത് വിശ്വസിച്ച് ഞാൻ രാവിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് എന്റെ മുൻകൂർ ജാമ്യം മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് എന്റെ ഇവിടത്തെ അഡ്വക്കേറ്റിനോട് ഇനി അവർ ജാമ്യം ക്യാൻസൽ ചെയ്യാനാണ് സമീപിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെനിക്ക് പറയാൻ പറ്റൂ, ഈ 11:15 ഞാൻ SHOയെ കണ്ടത്. അപ്പോൾ SHO പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ്. ഇതിൽ ആരാണ് സത്യം പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സത്യം പറയുന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സത്യം നിങ്ങളോട് പറയുന്നത്. ഞാൻ IPC 211 BNS 248 ഈ നമ്പറുകൾ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തു വെക്കണം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ആവശ്യം വരുന്ന, പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ ഏറ്റവും ആവശ്യം വരുന്ന 2 നമ്പറുകളാണ്. ആ നമ്പർ BNS 248 IPC 211. ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കുന്നത് ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി ഈ പത്രസമ്മേളനത്തിന്റെ മീഡിയ കമ്മ്യൂണിക്കേഷന്റെ കോപ്പി അവരിൽ എത്തിച്ചിട്ടുണ്ട്, കംപ്ലൈന്റ് എത്തിച്ചിട്ടുണ്ട്. ഇവിടത്തെ അഡ്വക്കേറ്റിന്റെ, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിന്റെ, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിന്റെ വെരിഫിക്കേഷനും വാലിഡേഷനും കഴിഞ്ഞ് ലീഗൽ ഒപ്പീനിയൻ എടുത്ത് 3 കോടതികളിലെ അഡ്വക്കേറ്റ്സിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് പറയുന്ന ഓരോ വാക്കും ഓരോ വരിയും കൃത്യമാകണം എന്നുള്ളതുകൊണ്ടാണ് ആദ്യം പറയാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, എനിക്കറിയില്ല ആ കുട്ടി പരാതി കൊടുത്തു എന്ന അസംഷനിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു, രാഹുൽ ഈശ്വർ എന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ആ പരാതിക്കാരി പരാതി കൊടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ മറ്റും വാർത്ത നൽകിയിട്ടുള്ളത്. അത് പൂർണ്ണമായും തെറ്റാണ്. എനിക്ക് വീഡിയോ ചെയ്യുന്നതിന് കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല. ഇത് മനഃപൂർവ്വം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. 2, ഏറ്റവും പ്രധാനം, 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ഓർക്കണം, 16 ദിവസം. ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല. ഞാൻ ശ്രീ ദിലീപിനെയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും വേടനെയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. വേടനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ട്, അതായത് റേപ്പ് അടക്കമുള്ള മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സിന്റെ പൊസഷൻ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം പോലും വേടൻ ജയിലിൽ കിടന്നില്ല. ഞാൻ 16 ദിവസമാണ് ജയിലിൽ കിടന്നത്. അതിന്റെ കാരണം, യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിയുടെ ടാർഗറ്റ് അവർക്കെതിരെ അഭിപ്രായം ഉന്നയിക്കുന്നവരെ നിശബ്ദമാക്കലാണ്. ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ശ്രീ ദിലീപിനെതിരെയോ ശ്രീ വേടനെതിരെയുള്ള കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. അവരെ പിന്തുണയ്ക്കുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കും അറിയാം. പകരം അവർ ഉദ്ദേശിക്കുന്നത് മാധ്യമ ചർച്ചകൾ ഉണ്ടാക്കാനാണ്. നിങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറുഭാഗത്തെ ആൾക്കാരെ കരിവാരി തേക്കാനാണ്. അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യമെന്ന് പറഞ്ഞാൽ, അവർ ഈ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നതുകൊണ്ടാണ്. കുത്തിപ്പൊട്ടിക്കുന്നു എന്നല്ല, ഞാൻ പൊളിച്ചു കളയുന്നതുകൊണ്ടാണ്. നീ കുത്തിപ്പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അർത്ഥം വ്യാഖ്യാനി. അവർ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവുകൾ, അവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഡ്രാമ, അത് എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നെ പോലുള്ളവരോട് ദേഷ്യം. അത് പല രീതിയിലുണ്ട്. അതിന്റെ ഒരു വ്യക്തിയാണ് മുകേഷിന്റെ ഒരു ശത്രു പോക്സോയിൽ പെടുത്താൻ മുകേഷിനെ കൊടുത്തു. ആത്യന്തികമായി കേസ് നിൽക്കില്ലെന്നറിയാം. പക്ഷെ മീഡിയയിലൊക്കെ ഒന്ന് വാർത്ത വരണം, ഇയാൾ അത്യാവശ്യം ഒന്ന് നാറണം, ഇയാൾ അത്യാവശ്യം ഒന്ന് മോശക്കാരനാകണം. ഇത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം. അപ്പോ ആ മീഡിയ നറേറ്റീവുകളെ എതിർക്കുന്നതായതുകൊണ്ടാണ്. 2, ഇതിൽ ഏറ്റവും സീരിയസ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ പരാതിക്കാരിയുടെ ഹസ്ബൻഡ്, നിങ്ങൾ മീഡിയക്കാരെ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടിരുന്നു, അയാൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് കാണിക്കാത്തത് എനിക്ക് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞു, ആ വീഡിയോ നിങ്ങൾ കാണിക്കണ്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് വീണ്ടും പറയും. അതുകൊണ്ട് മാത്രമാണ് ആ പ്രത്യേകം നല്ല ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഇട്ടു. എന്നിട്ട് അതിൽ പരാതിക്കാരിയുടെ ഹസ്ബൻഡ് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുകയാണ്, ഞാൻ വായിക്കാം കൃത്യമായിട്ട്, രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഈ പരാതി വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അതായത് അയാൾ തെറ്റ് ചെയ്തു എന്നല്ല, പക്ഷെ ഇത്തരം പരാതി വരുന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെ കുറിച്ച് രൂക്ഷമായി 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാര്യം എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കഴിയുന്നത്ര പരാമർശം പറയരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ എക്സ്റ്റെന്റ്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് വന്ന്
പ്രസ് മീറ്റുകൾ പത്രക്കാരെ കണ്ടു, DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു, അയാള് വീഡിയോ ചെയ്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തി അയാളെ സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ അയാളാണ് അതിജീവിതൻ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ്. കാരണം അവന്റെ ജീവിതം തകർന്നു, അവന്റെ സമ്പത്ത് തകർന്നു, കല്യാണം കഴിച്ചിട്ട് അവന്റെ കുടുംബം തകർന്നു. അതുകൊണ്ട് അവനെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞിട്ട വീഡിയോ ഈ പെൺകുട്ടിക്ക് പ്രകോപിതമായി. കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ കല്യാണം കഴിച്ചതാണെന്നുള്ള വസ്തുത എല്ലാവരോടും ഒരു മറച്ചു വെച്ചു. 2, നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മ കാണും, ആ പെൺകുട്ടി പറഞ്ഞത് 4 ദിവസമേ കല്യാണമുള്ളായിരുന്നു, 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞുവെന്ന്. അത് രണ്ടും പച്ച കള്ളങ്ങളാണെന്ന് തെളിഞ്ഞില്ലേ? കല്യാണം ഒഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയേ ഇല്ല, കല്യാണം ഒഴിഞ്ഞെങ്കിൽ എങ്ങനെയാ ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ഒരു ഭർത്താവ് ഉണ്ടാകുക? ആ ഭർത്താവ് വന്ന് ആ പെൺകുട്ടിക്കെതിരെ പത്രസമ്മേളനം വിളിക്കുകയും വസ്തുതകൾ തുറന്നു പറയുകയും ചെയ്തതിന് ആ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. പകരം എനിക്കെതിരെ ദേഷ്യം തീർക്കുകയാണ്. ഇത് ഒരു പാറ്റേൺ ആണ്. അതായത് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന്റെ കേസിൽ നമ്മുടെ അഭിനേത്രി, എനിക്കിഷ്ടമുള്ള ഒരു അഭിനേത്രി, പേര് പറയാൻ പ്രശ്നമൊന്നുമില്ല, ഹണി റോസ് അടക്കമുള്ളവർ എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. റിനി വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. ഈ പരാതിക്കാരി വന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ. സാമൂഹിക മാധ്യമങ്ങളിലടക്കം അവർക്ക് സൈബർ വിമർശനങ്ങളെ നേരിടാൻ പേടിയുള്ളത് കൊണ്ട് അത് നിശബ്ദമാക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇതൊരു പാറ്റേൺ ആണ്, നിങ്ങളത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബോബി ചെമ്മണ്ണൂറിന്റെ കേസിൽ എനിക്കെതിരെയാണ് പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആദ്യ പരാതിയിൽ എനിക്കെതിരെയാണ് പരാതി, ഇപ്പൊ ഈ ഭർത്താവിനെതിരെ കൊടുക്കുന്നതിന് വരെ എനിക്കെതിരെയാണ് പരാതി. അത് ചെയ്യുന്നത് ഇത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതിൽ എന്റെ ഫുൾ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ്, ഓരോ വരി കുത്ത് കോമ പറയുന്ന ട്രാൻസ്ക്രിപ്റ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ കൊടുത്തതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണ പോലീസും പ്രോസിക്യൂഷനും കോടതിയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു. കാര്യം ഞാൻ സത്യം പറയുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇയാൾ കള്ളം പറയുകയാണ്, പ്രോസിക്യൂഷൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പ്രോസിക്യൂട്ടർ പുള്ളി പ്രതീക്ഷിച്ചില്ല, പുള്ളി ഒന്ന് പരിങ്ങിയിട്ട്, അല്ല അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു. അതായത് കോടതി പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ പറയണം, അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു. അതുകൊണ്ട് വള്ളി പുള്ളി വിടാതെ ആ ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളോട് ആത്മാർത്ഥമായി ഞാനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുകയാണ്. ഈ അധിക്ഷേപം എന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്ത് അധിക്ഷേപിച്ചെന്ന് ഏതെങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾ കേട്ടോ? ഇവരുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തോ? ഇവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തോ? ആദ്യം ആ 2 വകുപ്പുകളാണ് പോലീസുകാരിട്ടത്. ഇത് രണ്ടും നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ വളരെ വേഗമായിട്ടൊരു വകുപ്പ്, സെക്ഷലി കളേർഡ് റിമാർക്സ് കാരണം അധിക്ഷേപിച്ചു. ഏത് സെക്ഷലി കളേർഡ് റിമാർക്ക്? പോലീസ് കോടതിയിൽ അത് പറയുന്നില്ല, പകരം അധിക്ഷേപിച്ചത് വളരെ ഗൗരവതരമായ കുറ്റമാണ്, ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന, പ്രത്യേകിച്ച് നാളെ നിങ്ങൾ മീഡിയക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ അധിക്ഷേപ വീഡിയോ ചെയ്തു, നാളെ നിങ്ങൾക്കെതിരെ വരില്ലേ ഒരു അധിക്ഷേപ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ? അതിന് 16 ദിവസം, അത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് കൂടി ആയിരിക്കാം, 16 ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇതിന്റെ പ്രശ്നം സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ ഇവർ ദുരുപയോഗം ചെയ്യുകയാണ്. ഇനി 2, ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താ അറിയാം? അതിജീവിത എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതിജീവിത എന്ന വാക്കിന് അതിൻ്റെതായ ഒരു മൂല്യവും വിലയുമുണ്ട്. ആ വാക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ പരാതിക്കാരി. അതുകൊണ്ടാണ് അവരെ വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നത്. ഇനി 2, നിങ്ങൾ തന്ന ആ പേജിലെ കോടതി ഉത്തരവ് ദയവായി ഒന്ന് നോക്കാം. രാഹുൽ ഈശ്വറിന്റെ അല്ല, ഇത് ബഹുമാനപ്പെട്ട കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിഷേധിച്ച ഉത്തരവാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്ത ഉത്തരവല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച ഉത്തരവാണ്. അതിൽ പേജ് നമ്പർ 14 ബഹുമാനപ്പെട്ട കോടതി പറയുന്നു, ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന്. ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന്. പിന്നെ അവരെങ്ങനെ അതിജീവിതയാകും? അതിജീവിത എന്ന വാക്കിനൊക്കെ ഒരു വിലയില്ലേ? ചുമ്മാ അടുത്തങ്ങ് പ്രയോഗിക്കുകയാണോ? ഏതെങ്കിലും പരാതി ആരെങ്കിലും ആർക്കെതിരെ കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി അതിജീവിതയാവൂ? ഈ അതിജീവിത എന്ന വാക്ക് നമ്മുടെ നിയമ സംവിധാനം നമ്മുടെ സമൂഹത്തിന് തരുന്നത് ഒരു പെണ്ണിന്റെ മാനവും പ്രൈവസിയും സ്വകാര്യതയും സംരക്ഷിക്കാനും അവൾ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ്. അതുകൊണ്ടാണ് ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ, പൾസർ സുനി ശിക്ഷിക്കപ്പെട്ട കേസിൽ നമ്മുടെ നടി ഒരു അതിജീവിതയാണ്. നമുക്കെല്ലാം പ്രിയപ്പെട്ട ആ നടി ഒരു ദുരനുഭവം നേരിട്ടു, അതിന് തെളിവുകളുണ്ട്, കോടതി അവരെ ശിക്ഷിച്ചു, അവരൊരു അതിജീവിതയാണ്. ഈ സ്ത്രീ എങ്ങനെയാ അതിജീവിതയാകുന്നത്? ഈ സ്ത്രീ അതിജീവിത അല്ല എന്നും അതിജീവിത എന്ന പീഡന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട വ്യക്തി അല്ല എന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരികയാണ്.
എന്നിട്ട് പോലും നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെ അവരെ അതിജീവിതയാക്കുന്നത്? പരാതിക്കാരി എന്ന് വിളിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് പരാതിക്കാരിയാണോ എന്നും അറിയില്ല. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ മീഡിയ പറ്റിച്ചതാണോ എന്നും എനിക്കറിയില്ല. അതായത് നിങ്ങൾ മീഡിയക്കാരെ വിളിച്ച് സമ്മർദ്ദതന്ത്രമായി പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരെ നാച്ചുറൽ റിപ്പോർട്ട് ചെയ്യും. എനിക്കറിയില്ല, മീഡിയക്കാരെ തന്നെ ചോദിച്ചാൽ മതി. ഞാനപ്പോ രാവിലെ തന്നെ പോയി പരാതി കൊടുക്കുകയും, ഞാൻ ദൈവത്തെ ഓർത്ത് ഇത് പറയുന്നതിന്റെ റീസൺ എന്താ അറിയാമോ? എനിക്ക് ജയിലിൽ കിടക്കുന്ന പുത്തരിയല്ല. ഞാൻ ശബരിമല കേസിനും കിടന്നിട്ടുള്ളതാണ്. 2-3 തവണ ശബരിമല കേസിനിട്ടു. അന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തി. ഇത് ചെയ്യുന്നതൊന്നും എന്റെ വീട്ടിൽ അരി മേടിക്കാനല്ലല്ലോ. ഇത് ചെയ്യുന്നത് എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഗുണമുണ്ടാവാനല്ലല്ലോ. ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയല്ലേ. കഴിഞ്ഞ തവണ ശബരിമല കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടപ്പോ നിങ്ങൾ ആരെങ്കിലും കരുതിയോ 4-1 എന്ന 5 അംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിന്യായം മാറും? ഇന്ത്യയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ശബരിമലക്കെതിരെ ഒരു വിധിന്യായം തന്നത് മാറുമെന്ന് ഈ നാട്ടിലെ ആരെങ്കിലും കരുതിയോ? ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ആദ്യഘട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു? എല്ലാവരും, രാഷ്ട്രീയ പാർട്ടികളല്ല, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം സൈഡിൽ നിന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നോടൊന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്നെ ട്രോൾ ചെയ്യാൻ നല്ലൊരു അവസരമാണ്. ഞാൻ എന്നെ നെഞ്ചിൽ ചവിട്ടിയെ കയറൂ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ കൂടെ വന്നിരുന്ന് പറയണേ എന്ന് പറഞ്ഞ മീഡിയക്കാരുണ്ട്. ഞാൻ ചോദിച്ചു, അത് എന്തിനാണ്? നാളെ അവിടെ സ്ത്രീകൾ കയറുമ്പോൾ സൈഡ് ബൈ സൈഡ് ഈ ഫുട്ടേജ് വെച്ച് നിന്നെ ട്രോൾ ചെയ്യാനാണെന്ന്. നമ്മുടെ സുഹൃത്തുക്കളാണ് പറയുന്നത് കേട്ടോ, അങ്ങനെ മോശമായിട്ടൊന്നുമല്ല. അന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധിന്യായം മാറുമെന്ന്? അത് മാറിയതിന്റെ കാരണം നമ്മൾ പറയുന്ന സത്യമാണ്. ആ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാൻ കഴിയുന്ന, തൊട്ടു നോക്കാൻ കഴിയുന്ന സത്യമാണ്.